ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കടയിലോട്ടുള്ള പോക്കാട്ടോ. അപ്പോൾ ഇതിവിടെ ഇച്ചിരി കോളാമ്പിപ്പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായോ? അപ്പം നേരെ ഇനി ബസ് കയറി വേണം ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇപ്പം ഞാൻ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പകുതി ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കടയിൽ ഷോപ്പിലോട്ട് വന്നു. അപ്പം ഞാൻ ഒരു പുതിയ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ സാരി ഞാൻ വെട്ടി തയ്ച്ച കേട്ടോ. ഒരു അമ്പർല ടോപ്പാട്ടോ. ഞാൻ അമ്പർല ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് നല്ല ഭംഗിയാണ്. ഇച്ചിരി ഒരു ഷിമ്മർ കൂടിപ്പോകുന്ന സംശയമുണ്ട്. അതായത് ഇച്ചിരി തിളക്കം കൂടിയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഷാള് എനിക്ക് ചേച്ചി തന്ന കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് പഠിക്കാൻ വന്ന ധനിച്ചിട്ട് ആ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി എനിക്ക് ആ ഷാള് തന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ കളറിലല്ലേ ഞാൻ വരുന്നത്. ഇപ്പോഴും മിക്കപ്പോഴും ഒറ്റ കളർ ഇടാൻ ഞാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ കടയുടെ ആ ഭാഗത്ത് കാണുന്നുണ്ടോ? ഞാനിപ്പോൾ ആ ചേച്ചി വന്ന ഭാഗത്ത് കാണുന്നത് ഞാൻ പഴയ സ്കൂളാണ് കേട്ടോ. ആ വീടിൻ്റെ പുറകിൽ കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടും കൂടെ പോകുന്നത്. അപ്പോൾ ചമ്മലായി. അപ്പം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കാത്തതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കും, എല്ലാം എഡിറ്റ് ചെയ്യും. ഡബ് ചെയ്യാനുള്ള മടി കാരണം, അതായത് ഈ ഒരു പാറപ്പത്തിട്ട് ഉള്ള ഈ ക്രിപ്പർ സൗണ്ടിന് അത് കാരണം ഞാൻ എന്തുവാ എല്ലാം കാണിച്ച് ഡബ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ ആഗ്രഹം കൊണ്ട് ഡെയിൻമേലെ കല്ലിൽ എടുത്ത് വെച്ചിട്ട് ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം ഇപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം അത് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുറച്ച് സമയം കാണിച്ചു തരാം. പിന്നെ എനിക്ക് കാണിക്കുന്നത് ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നൊരു എംബ്രോയ്ഡറി ആട്ടോ. ഇതിൽ ഞാൻ എവിടെ ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പം ഞാനത് എടുത്തതുപോലെ ചെയ്ത് ലേസി ഡേസി ആണോ, ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടത്. അത് പിന്നെ ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ നോക്കി, പക്ഷേ മടുപ്പായിപ്പോയി. അപ്പം വലിയ റിങ് ആയതുകൊണ്ട് കുറച്ച് മടുപ്പായിപ്പോയി. പിന്നെ സംഭവം വെച്ചാൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. അപ്പോൾ അർജൻറ്റായിട്ട് കൊടുക്കേണ്ട ഒരു സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇടയ്ക്കത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല സ്റ്റിച്ചിങ്ങിൻ്റെ. അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ടോപ്പുകൾ തയ്ക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം കറക്റ്റ് കാര്യങ്ങളെല്ലാം എഴുതി വെക്കും, അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വെറുതെ അഴുക്ക് കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് ചെയ്ത് വെക്കട്ടോ. അത് കഴിയുമ്പോഴത്തേനും ഒരു ബ്ലൗസ് കൈത്തേരി ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ തന്നെയുള്ളൂ കടയിൽ. അപ്പം ഞാൻ തന്നെയാണ് അതിൻ്റെ കൈത്തേലും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ചെയ്യേണ്ടത്. ഇടയ്ക്ക് നമ്മൾ സഹായിക്കാനൊന്നും ആരുമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷനായി കാണുമല്ലേ, തയ്യക്കടയിൽ തന്നെ ഈ അച്ചാറിൻ്റെ കുപ്പികളൊക്കെ എന്നല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചേച്ചിയെ പരിചയപ്പെടുത്തി തരാം. ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ്, സംരംഭകയാട്ടോ. അപ്പം നമ്മളിതുപോലെ സംരംഭകരെയൊക്കെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഞാനും ഒരു സംരംഭകയാണ്. പക്ഷേ ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചു കയറി പറ്റി വരുവാണ്. അപ്പം അതുപോലെ ഈ ചേച്ചി കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചേച്ചിയുടെ നമ്പർ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ സൈഡിലും കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചൊരു സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എല്ലാ കടകളിലും, മിക്കവാറും ഉള്ള കടകളിലും അല്ലാതെ ഈ ഓഫീസുകളിലും പിന്നെ അച്ചാർ വെളിയിലോട്ടും അല്ലാതെ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് കേറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. എനിക്ക് വീട്ടിൽ തന്നെ നല്ല തനിമയോടെ തന്നെ ഭക്ഷണം പാകപ്പെടുത്തി എല്ലാ വീടുകളിൽ പറയുന്നവർക്ക് വീടുകളിൽ, അല്ലാതെ പിന്നെ ഓഫീസുകളിലും, അതുപോലെ തന്നെ എല്ലായിടത്തും. എരിക്കുളം പഞ്ചായത്താണ് എൻ്റെ പഞ്ചായത്ത്. ഞാൻ എരിക്കുളം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ എല്ലാത്തിലും മുൻനിരയിൽ നിർത്തി ഇത്രയൊക്കെ ആക്കിയത്. അപ്പം എല്ലാം എന്നോട് ചെറിയ സാധനങ്ങൾ തൊട്ടത് വലിയ സാധനങ്ങളും എല്ലാം മേടിച്ചോ അവരെല്ലാം ഞാൻ ഈ നിമിഷം ഓർക്കുവാണ്. എന്നാന്ന് ചോദിച്ചിട്ടില്ല, നമ്മൾ കുഞ്ഞിന് ഒരു പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇപ്പം അത് എവിടെല്ലാം എൻ്റെ ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് 2 വയ്യാത്ത പിള്ളേരാണ്. അപ്പം വയ്യാത്ത പിള്ളേരെന്ന് പറഞ്ഞ് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്നതാണേലും ഇറങ്ങി നമ്മൾ ഏത് തൊഴിൽ ചെയ്താണേലും നല്ലതായിട്ട് അവരെ പോറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തതാണ്.
ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ 2 മണിക്ക് എണീറ്റ് അപ്പം, ഇടിയപ്പം, കള്ളപ്പം, പാലപ്പം, ഇഡ്ഡലി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ അതിനുള്ള ആവശ്യമായിട്ടുള്ള കറികൾ, കാപ്പി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എലിക്കുളം കൂരാലി കഴിഞ്ഞ് 2-ാം മൈലാണ് എൻ്റെ വീട്. അപ്പം എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം, നമ്മുടെ നമ്പറുകളൊക്കെ കാണുമല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ടീമിൻ്റെ ഈ അച്ചാർ മേടിക്കുന്നവരെ എവിടെയെങ്കിലും ഒക്കെ പിന്നെ ഈ അച്ചാറൊക്കെ കൂട്ടി കഴിയുമ്പോൾ ഇത് എവിടുന്നാന്ന് ചോദിക്കും. അന്നേരം അവരെന്നെ വിളിച്ച് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി 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 ഓർഡറുകളെല്ലാം വരുന്നുണ്ട്. അപ്പം ഞാനൊരു വയ്യാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങും മാറിയിരിക്കുന്നില്ല, ആരോടും ഒന്നും ചോദിക്കുന്നില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വായിക്കാനും എഴുതാനും വലിയ പഠിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമുക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് നമുക്ക് തന്നെ ഒരു ഇതുണ്ടല്ലോ, ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ കൊച്ചു വന്നപ്പോൾ ഈ കൊച്ചു എന്നോട് പറഞ്ഞു, എന്നാൽ ചേച്ചി ഞങ്ങൾ അച്ചാർ വേണമെന്ന് ചോദിച്ച് വന്നതാണ്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു വീഡിയോ എടുത്തിടാം, എൻ്റെ ചാനലിലോട്ട് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചാനലുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യും. മോൻ്റെ പേരെന്താടാ? ബിൻസി വേൾഡ്. ബിൻസി വേൾഡ് എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ ചാനല്. അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഒത്തിരി സ്നേഹത്തോടെ. കൊറിയർ സർവീസ് ഉണ്ടോ? കൊറിയർ സർവീസും ഉണ്ട് നമുക്ക്. നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് തരം അച്ചാർ വേണമെങ്കിലും നമ്മളോട് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെക്കും. അതുപോലെ തന്നെ കേടാകുമോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അച്ചാർ അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നനഞ്ഞ സ്പൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതിരുന്നാൽ മതി. നമ്മൾ എപ്പോഴും ഉണങ്ങിയ സ്പൂണും ഇട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കുക എടുത്തതിൻ്റെ ബാക്കി. അന്നേരം നമ്മുടെ അച്ചാറൊന്നും കേടാകാതിരിക്കും. കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇച്ചിരി വിനാഗിരിയും അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കകത്താണ് ഇടുന്നത്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടാണ് ചെയ്തു വരുന്നത്. എനിക്ക് കേരള വിഷൻ ചാനലുകാർ അവാർഡൊക്കെ തന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അവാർഡൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോന്ന് ചെയ്തല്ലേ നമ്മൾ എല്ലാത്തിലും പഠിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. വീട്ടിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വണ്ടി ഓടിക്കാൻ പോകും, ഞാൻ ഇടയ്ക്ക് ഓട്ടം പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന തൊഴിൽ ചെയ്യുന്നതിനൊരു അഭിമാനമാണ് എനിക്ക്. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എനിക്ക് എൻ്റെ എലിക്കുളം പഞ്ചായത്ത് എൻ്റെ ഗൾഫ് തന്നെയാണ്. എന്നാൽ പിന്നെ ജീവിച്ച നാളുകളിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വേറെ മാറിയപ്പം ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ ചിച്ചയൊക്കെ ഓരോ കടലയൊക്കെ ആണെങ്കിൽ പിടിച്ച് അച്ചാറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചിച്ച ഓരോ 2-3 അപ്പവും 2 ചട്ടിയൊക്കെ വെച്ച് അപ്പമൊക്കെ ചുട്ട് അങ്ങനെ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. അപ്പം എലിക്കുളം പഞ്ചായത്തിലെ പിന്നെ അവിടുത്തെ ഭരണസമിതിക്കാർ എനിക്ക് ഓരോ പിന്നെ ലോണുകൾ, അതുപോലെ തന്നെ പിന്നെ ഓട്ടോയെ എല്ലാം എനിക്ക് അവർ എല്ലാം ശരിയാക്കി തന്നതാണ്. ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് നല്ലതായിട്ട് ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷമാണ്. നമുക്ക് വീട്ടിൽ തന്നെ പൈസ ഓരോരുത്തർ കൊണ്ട് തരുമ്പം നമുക്ക് എന്തൊരു അഭിമാനമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഒരു അച്ചാർ മേടിക്കുമ്പോൾ 50 രൂപയുള്ളതിലും അത് തന്നെ നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഒത്തിരിയൊന്നും വാരിക്കോരി ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവ് കഴിയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. കൊച്ചു ഇവിടെ വലപൂരാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. ആ മോനും അതുപോലെ തന്നെയാണ്. അപ്പം ഈ പിന്നെ നമ്മൾ ഒത്തിരിയോ കൊച്ചുങ്ങൾക്ക് വയ്യാത്തവരാ, ഞാൻ എവിടെയെങ്കിലും മാറിക്കൂടി ഇരുന്നേക്കാം, കൊച്ചുങ്ങൾ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് ഒരു മേഖലയിൽ ചെന്നാലും നമ്മൾ നല്ലതായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ജീവിക്കാനായിട്ടുള്ള നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് നോക്കണം. എന്നാന്ന് ചോദിച്ചാൽ ഒരു കുറവുകളും കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്കാണ് പറഞ്ഞൊരു കുറവുകളുണ്ട്. അതെല്ലാം നികത്തി പോകാൻ തക്കവണ്ണം നമുക്ക് ഈ പഞ്ചായത്താണെന്ന് പറഞ്ഞാലും അല്ലാതെ
ഭരണസമിതിക്കാരാണേലും നല്ലതായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ പിടിച്ച് നിൽക്കുന്നു, നല്ലതായിട്ട് പോകുന്നു. അപ്പം എല്ലാവരും നല്ലൊരു സംരംഭം ആകട്ടെ എന്നോർത്ത് ആശംസിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നല്ല പ്രസൻറ്റേഷനായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരാളുടെ ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതായിട്ടാണ് തുടങ്ങിയത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു ലേഡിയുടെ കാര്യങ്ങളിങ്ങനെ ക്യാമറയിൽ പറയുന്നത്. ഞാനും ഇതുപോലെ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലയിടയ്ക്ക് ഇതൊക്കെ താഴെ പോകുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ പിടിച്ച് കയറുന്നുണ്ട്, പിന്നെ താഴെ പോകും, അതായത് നമ്മൾ പിടിച്ച് കയറി വരും. അപ്പം എനിക്ക് ചേച്ചിയോട് ജസ്റ്റ് ഒന്ന് പരിചയമായിരുന്നു. ഞാനവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ കൂട്ടച്ചിട്ട് വർത്താനം പറഞ്ഞ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും ചേച്ചിയുടെ സെയിൽ വണ്ടി താഴോട്ട് പാസ് ചെയ്ത് പോയതാണ്. അപ്പം കയറി വന്ന് എന്നെ കണ്ടപ്പോഴത്തേനും കയറി വന്ന് ചോദിച്ചു, മോളെ അച്ചാർ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഇപ്പം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്താ വന്ന് കണ്ടേക്കാൻ പറഞ്ഞു. ഫ്രീ മൈൻഡ് പുള്ളിക്കാരി. അപ്പോഴത്തേനും ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേനും ചെന്ന് നോക്കിയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞേ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ചേച്ചി, വീഡിയോ എടുത്തു തരാമെന്ന് ചേച്ചി പറഞ്ഞു. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി. അപ്പം കാരണം ചെറിയ എല്ലാവരും നോക്കി പുതിയ വീഡിയോ എടുപ്പാണ്ടാണ്. പരിചയക്കാരി പോയതാ മുമ്പേ, ഞാൻ ഒരു പരിചയക്കാരി പോയതാ. അത് മുമ്പ് ആ ചേച്ചി വന്നപ്പോഴത്തേനും എൻ്റെ കൂടെ ഇരുന്ന ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചി സ്കൂട്ടിയെ പാസ് ചെയ്ത് പോയത്. അപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴത്തേനും ചേച്ചിയുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ല, കാരണം ചേച്ചി അത്രമാതിരി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരി കേട്ടോ. എൻ്റെ സൗണ്ട് സൗണ്ടായിട്ട് എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ താല്പര്യത്തിലുള്ള വ്യക്തിയാണ്. പക്ഷേ എനിക്ക് വീഡിയോ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ബ്ലാ നിങ്ങൾ കേൾക്കുവേ. അപ്പം ഇങ്ങനെ ചേച്ചിയെപ്പോലെ ഇതുപോലെ ഒത്തിരി ആൾക്കാർ ഇതുപോലെ മുന്നോട്ട് വരട്ടെ, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ, എല്ലാവർക്കും അവനേതായ ഒരു ഇടം കണ്ടുപിടിക്കട്ടെ എന്നാണ് ഞാൻ കണ്ടുപിടിക്കട്ടെ. എൻ്റെ കൂട്ടുകാരോടാണെങ്കിലും പറയും സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങുക. പാളിച്ചകളുണ്ടാവും, തീർച്ചയായിട്ടും പാളിച്ചകളുണ്ടാവും. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്ന് ഓരോന്നൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനും അതിൻ്റെ പേരിലാണ് കടയിട്ടതും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയെങ്കിലും ഏതൊക്കെ രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാമെന്നൊക്കെ പുള്ളിക്കാർ കണ്ടുപിടിച്ച് പെട്ടതുണ്ട്. അപ്പോൾ അത് സഹായിക്കുന്ന മകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഒത്തിരി ഇൻസ്പിറേഷനായി കേട്ടോ പുള്ളിക്കാരുടെ ആ ഒരു സംസാരത്തിൽ. മുന്നോട്ട് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ബുദ്ധിമുട്ടും കൂടാതെ മറ്റൊരു വ്യക്തിയുടെ മുകളിലേക്ക് നോക്കി സ്വന്തം പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അന്തസ്സോടെ നല്ല ധൈര്യത്തോടെ പുള്ളിക്കാർ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയേണ്ടതെന്നല്ല ചോദിച്ചേ, ക്യാമറ ഓൺ ആയിക്കോളാനാണ് പറഞ്ഞത്. ഓണാക്കി ഫോൺ വീഡിയോ ഓണാക്കിക്കോ എന്ന് പറഞ്ഞു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, ഒത്തിരി അവാർഡുകൾ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചിയുടെ എന്നിലൂടെ ചേച്ചിയുടെ ബിസിനസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ചേച്ചി പോകാറായപ്പം എനിക്ക് ഈ അച്ചാറിൻ്റെ ബോട്ടിൽ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതെടുത്തോ മോളെടുത്തോളാൻ പറഞ്ഞ്. അപ്പോൾ എന്നോട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂടത്തിൽ നിന്ന് ചേച്ചിക്ക് കുറച്ച് അച്ചാർ കൊടുത്തു. അപ്പോൾ ഞാനൊരു അച്ചാർ പ്രേമി ആയതുകൊണ്ട് എനിക്ക് ശകലമൊന്നും പറ്റത്തില്ല, ഞാൻ കൂടെ കുറച്ച് അധികം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല രുചിയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വീഡിയോക്കകത്ത് സൂപ്പറാണ്. എനിക്ക് ചോറ് കിട്ടിയായിരുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ അച്ചാറുപ്പ് തീർത്തിന്, അത്രയ്ക്കും രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു അച്ചാറിൻ്റെ പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് ഓർഡർ കൊടുക്കുക. അപ്പം കൊറിയർ സർവീസും അവൈലബിൾ ആട്ടോ. അത് എവിടെയാണെങ്കിലും എത്തിച്ചു തരും. അപ്പോൾ 2 ദിവസം മുന്നേ പറയണമെന്നേ ഉള്ളൂ. പിന്നെ അച്ചാർ കഴിച്ചത് കുറച്ച് ഉടുപ്പേ വീണു, പുതിയ ഡ്രസ്സായിരുന്നു അത് വീണു. പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തൊരു ചേച്ചി വന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ നിർത്തുക കേട്ടോ. ടാറ്റാ ബൈ ബൈ.